പഞ്ചാരക്കൊല്ലയിലെ നരഭോജി കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയെങ്കിലും ആശങ്കയുള്ള മറ്റ് സ്ഥലങ്ങളിൽ ദൌത്യം തുടരുമെന്ന് വനംവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. നരഭോജി കടുവയെ കണ്ടെത്തുവാൻ ദൌത്യം നടത്തിയ എല്ലാ ഉദ്യോഗസ്ഥരെയും അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കടുവയുടെ സാന്നിധ്യം സ്പോട്ട് ചെയ്ത വയനാട്ടിലെ മറ്റ് 3 സ്ഥലങ്ങളിൽ ടാസ്ക് ഫോഴ്സ് സ്പെഷ്യൽ ഡ്രൈവ് തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. വയനാട് ജില്ലയിൽ 3-4 ഇടത്ത് കടുവയുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും അവിടെയാണ് പരിശോധന തുടരുകയെന്നും അദ്ദേഹം അറിയിച്ചു. അതിനായുള്ള ക്രമീകരണം നടത്താൻ ജില്ലാ കളക്ടറോടും CCFനോടും ആവശ്യപ്പെട്ടു. ഒന്നിലും 100% പരിഹാരം പ്രതീക്ഷിക്കരുത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ജാഗ്രതാ കുറവ് കാണിച്ചാൽ അത് തിരുത്തിക്കണം. നേരത്തെയുണ്ടായ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തിയാണ് ഇപ്പോഴും ജനം വനം വകുപ്പിനെ കാണുന്നത്. ഇത്തരം പ്രശ്നങ്ങൾക്ക് ബഹുജന പിന്തുണയില്ലാതെ പരിഹരിക്കാനാവില്ല. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ആശയവിനിമയം നടത്തി പരിഹാരം കണ്ടെത്തി മുന്നോട്ടു പോകണം. അടുത്ത കാലത്തൊന്നും കഴിഞ്ഞ ദിവസത്തെ പോലെ ഒത്തുതീർപ്പ് ഉണ്ടായില്ല. അതിന്റെ നന്മയെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങൾ തയ്യാറായില്ല. ഓപ്പറേഷൻ വയനാടിന്റെ 2ാം ഘട്ടം ഇനിയുള്ള ദിവസങ്ങളിൽ തുടരും. പിലാക്കാവിൽ ചത്ത നിലയിൽ കണ്ടെത്തിയ കടുവ തന്നെയാണ് പഞ്ചാരക്കൊല്ലിയിൽ രാധയെ കൊല്ലപ്പെടുത്തിയത്. 17ലധികം ക്യാമറകളിൽ ഈ കടുവയുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വീടിന്റെ ഭാഗത്താണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയതെന്നും ഈ പ്രദേശത്ത് നിന്ന് തന്നെയാണോ മറ്റൊരു കടുവയുമായുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായതെന്നതിൽ വ്യക്തതയില്ലെന്നും അരുൺ സക്രിയ പ്രതികരിച്ചു. ആഴത്തിലുള്ള മുറിവാണ് കടുവയ്ക്കുള്ളത്. മറ്റൊരു കടുവയുമായുള്ള ഏറ്റുമുട്ടലിലാണ് മുറിവുണ്ടായതെന്ന നിഗമനത്തിലാണ് വനം വകുപ്പ്. കഴിഞ്ഞ 2-3 ദിവസമായി മാനന്തവാടിയിലെയും പ്രത്യേകിച്ചും വയനാട് ജില്ലയിൽ പൊതുവെയും ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ കടുവ മരിച്ച നിലയിൽ ഇന്ന് പുലർച്ചയോടുകൂടി കണ്ടെത്തുകയായിരുന്നു. വനംവകുപ്പ് നിയോഗിച്ച സ്പെഷ്യൽ ഓപ്പറേഷൻ ടീമാണ് ഈ കടുവയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇത് മലയോര നിവാസികളെ സംബന്ധിച്ചിടത്തോളവും പഞ്ചാരക്കൊല്ലി പ്രദേശ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളവും അങ്ങേയറ്റം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ചത്തതാണെങ്കിലും കടുവയെ പിടികൂടാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ നടത്തിയ വളരെ ആത്മാർത്ഥമായ ശ്രമത്തെ, റിസ്ക് എടുത്തുകൊണ്ടുള്ള ശ്രമത്തെ ഈ ഘട്ടത്തിൽ ഞാൻ അഭിനന്ദിക്കുകയും പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങളോട് നിങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഇത് ഇവിടെ വെച്ച് നിർത്താൻ വനം വകുപ്പ് ആലോചിക്കുന്നില്ല. വയനാട് ജില്ലയിൽ തന്നെ ചില കേന്ദ്രങ്ങളിൽ 3-4 കേന്ദ്രങ്ങളിൽ കടുവയുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ പറഞ്ഞത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളെ ഇന്നും നാളെയുമായി ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ സ്കീം നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശം ചീഫ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് വാർഡനോടും ജില്ലാ കളക്ടറോടും നിർദ്ദേശിക്കുകയും അതിനുള്ള ക്രമീകരണങ്ങൾ ഉടനെ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുകയാണ്. എനിക്ക് മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും അഭ്യർത്ഥിക്കാനുള്ളത്, ഒരു കാര്യത്തിലും 100% പരിഹാരം നമ്മൾ പ്രതീക്ഷിക്കരുത്. ഒരു കാര്യത്തിനും. എന്നാൽ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ പ്രവർത്തനത്തിൽ ജാഗ്രത കുറവ് കാണിക്കുന്നുണ്ടോ? ജാഗ്രത കുറവ് കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ചൂണ്ടിക്കാണിക്കുകയും ഭരണകൂടം അത് തിരുത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യണം. നേരത്തെ ഉണ്ടായിരുന്ന ചിത്രം മനസ്സിൽ വെച്ചാണ് ഇപ്പോഴും വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ ജനങ്ങൾ കാണുന്നത്. പക്ഷെ നിങ്ങൾ സാക്ഷികളാണ്. അവിടെ രാപ്പകലില്ലാതെ അവരുടെ ജീവൻ പോലും പണയപ്പെടും എന്ന് കരുതിയ സന്ദർഭം ഉണ്ടായല്ലോ. അതുണ്ടായിട്ട് പോലും ധീരതയോടുകൂടിയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ദൌത്യം വിജയിക്കണമെങ്കിൽ ഏകപക്ഷീയമായ പ്രവർത്തനം കൊണ്ട് സാധിക്കില്ല. ബഹുജനങ്ങളുടെ സഹായ സഹകരണങ്ങളോടുകൂടിയല്ലാതെ
ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഉദ്യോഗസ്ഥ സമൂഹത്തിന് മാത്രമായി കഴിയില്ല എന്ന് കരുതുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഇനിയും ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആശിക്കുന്നതോടൊപ്പം അഥവാ ഉണ്ടായാൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ ആശയവിനിമയം നടത്തി ജനങ്ങൾക്ക് സമാധാനം ഉറപ്പു നൽകുന്ന വിധത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഗുണം ചെയ്യുക.